ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹൈഫൈ ആംപ്ലിഫയർ ആണ്. ഇത് ഓഡിയോക്സ് കമ്പനിയാണ് ഈ ഒരു ആംപ്ലിഫയർ പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് വാക്കം ട്യൂബിലാണ് ഇതിൻ്റെ പ്രീ ആംപ്ലിഫയർ വരുന്നത്. മെയിൻ ആയിട്ടുള്ള ആംപ്ലിഫയർ ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. പിന്നെ ഇതിനൊരു കാര്യമുണ്ട്, നല്ല സ്പീക്കർ, അതായത് നല്ല കമ്പനി സ്പീക്കറുകൾ കൊടുത്താൽ, ഹൈഫൈ സ്പീക്കറുകൾ കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വർക്കിംഗ് നമുക്ക് കിട്ടുള്ളൂ. ലോക്കൽ 3-വേ സ്പീക്കർ ബോക്സ് ഒന്നും ഈ ഒരു ആംപ്ലിഫയറിന് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. ഇതിന് നമുക്കൊരു പ്രീ ഔട്ടും ഈ ഒരു ആംപ്ലിഫയറിന് തരുന്നുണ്ട്. പിന്നെ ഇത് 80 വാട്ട്സാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഒരു ചാനൽ. 2 ചാനലും കൂടി 160 വാട്ട്സ് ഉണ്ടാവും. ഇതിൻ്റെ ട്യൂബൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ട്യൂബ് തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ചൈനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ല ക്വാളിറ്റിയിലുള്ള കമ്പനി സാധനം തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓഡിയോ ഔട്ട് ഞാൻ പറഞ്ഞ പോലെ നല്ല സ്പീക്കർ കണക്ട് ചെയ്യണം. നല്ല സ്പീക്കർ അല്ലെങ്കിൽ ഇതിൻ്റെ ഓഡിയോ ഔട്ട് നിങ്ങൾക്ക് കേൾക്കാൻ വലിയ രസം ഉണ്ടാവില്ല. അതിന് ഈ ഒരു ഓഡിയോക്സിൻ്റെ ഒരു ആംപ്ലിഫയറിനെ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല, നല്ല സ്പീക്കർ അല്ലെങ്കിൽ. ഇതിൻ്റെ ഒരു മോഡൽ നമ്പർ വരുന്ന AXTA8080 ആണ്. പിന്നെ വാക്കൺ ട്യൂബ് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. വാക്കൺ ട്യൂബ് ആംപ്ലിഫയറും അതിൻ്റെ പ്രീ ആംപ്ലിഫയറും ഒക്കെ ഉപയോഗിച്ചവർക്ക് അറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി വേറൊരു ആംപ്ലിഫയറിനും കിട്ടില്ല എന്നുള്ളത് അവർക്കറിയാം. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഞാനത് കൃത്യമായി ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ ആംപ്ലിഫയറിൽ നമുക്ക് പെൻ ഡ്രൈവ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ബ്ലൂടൂത്തും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഇൻപുട്ടും ഉണ്ട്, അതായത് ലൈൻ ഇൻപുട്ടും ഈ ഒരു ആംപ്ലിഫയറിൽ നമുക്ക് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്